co-powered by Richmax in association with Thiruvonam Bumper 2025, Milma, SK Hospital and Meralda. അപ്പോൾ നമ്മളിന്ന് നമുക്കൊപ്പം ചേരുന്നത് ഇന്ന് ഞാൻ പ്രദീപ് പ്രഭാകർ, ഇന്ന് എനിക്കൊപ്പം മറ്റൊരു സീരിയൽ സിനിമ താരം കൂടെ എന്നോടൊപ്പം ചേരുകയാണ്, ചിത്ര. അപ്പൊ ചിത്ര, നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് എവിടെയാണ്? ഓണം വണ്ടി എത്തിയിരിക്കുന്നത്. നമ്മളിന്ന് ഓണം വണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് പുതിയകാവ് സെൻട്രൽ സ്കൂളിലാണ്. ഒരു കയ്യടി വന്നേ പുതിയകാവ് സെൻട്രൽ സ്കൂളിലെ കൂട്ടുകാരെല്ലാവരും കൂടെ ഓണത്തിന് വളരെ കളർഫുൾ ആയിട്ട് ഗംഭീരമായിട്ട് എന്താണ് സന്തോഷത്തോടു കൂടി കേരളീയ വേഷമണിഞ്ഞ് എല്ലാവരും നിൽക്കുകയാണ് അല്ലേ? ആദ്യം നമുക്ക് ഓണായിട്ട് അടിച്ചു വിളിച്ച് പാട്ടായിക്കോട്ടെ. യെസ്, അപ്പൊ നമുക്ക് ഓണത്തിന് നമ്മുടെ സ്കൂൾ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും കൂടെ ചേർന്ന് നടന്ന ഒരു ഓണപ്പാട്ട് കേട്ടുവരാം. ഓണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി, ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. അങ്ങനെ മനോഹരമായ ഒരു പാട്ടല്ലേ, ഒരു ഓണപ്പാട്ട് കേട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ചിത്ര. അപ്പൊ ഇനി എന്താണ്? ഇനി നമുക്ക് സർപ്രൈസുകൾ, ഒത്തിരി സമ്മാനങ്ങൾ ഇരിക്കുക ഇവിടെ. അതെ, ഓണവണ്ടി നിറയെ സമ്മാനം കൊണ്ടുവച്ചിട്ടുണ്ട്. അത് കൊടുക്കണ്ട കുട്ടികൾക്ക്. ഓണത്തിന് സമ്മാനം കൊടുക്കാതെ നമുക്ക് എങ്ങനെ കൊടുക്കാനാ ഉദ്ദേശിക്കുന്നേ? ഒരു കാര്യം ചെയ്യാം, ചിത്ര തന്നെ കൊടുക്കൂ. എന്താണ് നോക്കട്ടെ ചിത്രയുടെ ആശയങ്ങൾ. എങ്കിൽ ഞാന് ഇവിടെയുള്ള കുട്ടികൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് ഉത്തരം പറയട്ടെ. നമ്മുടെ ഓണത്തിന്റെ ആദ്യത്തെ ചോദ്യം, മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? എല്ലാരും നല്ലൊരു ക്ലാപ്പോട്. മഹാബലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ അല്ലേ? ഈ മഹാബലിയുടെ അച്ഛന്റെ പേര് അപ്പൂപ്പൻ, പ്രഹ്ലാദ് തന്നെ, അപ്പൂപ്പൻ. അപ്പൊ മറ്റൊരു ചോദ്യമായിട്ട് നമുക്ക് വെക്കാൻ കേട്ടോ. മോന്റെ പേരെന്താണ്? ദേവൻ സജീവ്. അപ്പൊ ദേവൻ സജീവിന് നമ്മൾ ആദ്യ സമ്മാനം കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ പ്രശാന്ത് ജിയാണ് സമ്മാനം നൽകുന്നത്. അടുത്തൊരു കൊച്ചു മോളുണ്ട്, മോളുടെ പേര് അതിത്രി. നമ്മുടെ ഡയമണ്ടിന്റെ ഒരു ഫേഷ്യൽ കിറ്റ് ആണ്. അപ്പൊ നമ്മുടെ ഓണമായിട്ട് ഓണവണ്ടിയുടെ അടുത്ത സമ്മാനം കസേര കളിയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. കാഴ്ചകളുടെ ഭാഗമായി ഒരു കസേര കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മായിയമ്മയും മരുമകളും ഉണ്ട്, പക്ഷെ അതിൽ ആര് ജയിക്കും? നല്ല അമ്മായിയമ്മയും തിരിച്ച അമ്മായിയമ്മ പോകുമ്പോ ചിരിക്കാം, എല്ലാകുമ്പോ കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ഭയങ്കര സ്നേഹമാണ്. സീരിയലുള്ള പോലെ ഒന്നും അല്ലല്ലോ. അയ്യോ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇനിയൊരു ഭയങ്കര ശക്തമായ ഓണത്തിന് നമ്മൾ ആദ്യം എന്തൊക്കെ കളികൾ വേണോ നമ്മുടെ കുട്ടികൾ ആവശ്യപ്പെട്ട ഏറ്റവും എന്താണ് ശക്തമായ ഒരു ആവശ്യമാണ് ഇനി നടക്കാൻ പോകുന്നത്. വടംവലി. വടം കൊണ്ടിട്ട് എന്താണ് ശക്തരായ വനിതകൾ 14 പേരുണ്ട്. വനിതകളുടെ, അതായത് കരുത്തരായ വനിതകൾ പങ്കെടുക്കുന്ന മത്സരമാണ് നടക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ കേരളം ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും മനോഹരമായ ഒരു സ്പോർട്സ് ഇനം കൂടെയാണ് നമ്മുടെ ടഗ് ഓഫ് വാർ അഥവാ വടംവലി അല്ലേ? നമ്മുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടണ്ടേ? ഒരു സൈഡിൽ നിൽക്കുന്നത് ടീച്ചേഴ്സ് ആണ്, നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ്മാർ. അവർ പറഞ്ഞുണ്ടോ പുലി ടീച്ചേഴ്സ്മാർ. ഇനി ഇപ്പുറത്ത് നോക്കാം, ഇപ്പുറത്ത് PTA ആണ് നിൽക്കുന്നത്. PTA-യുടെ നേതൃത്വം കൊടുക്കുന്നത് ജനപ്രതിനിധികളും കൂടെ ഉണ്ട്. ഞങ്ങൾ ശക്തമായി പൊരുതുകയാണ്. പുലി പെണ്ണുങ്ങൾ എന്നാണ് പറഞ്ഞത്. സിംഹമാണ്. സിംഹം, പുലിയും സിംഹവും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ടീച്ചർമാർ ഓർത്തണം, സിംഹങ്ങളാണ് കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞ് അയക്കുന്നത് പുലികളുടെ അടുത്തേക്ക്. ഓക്കെ, അപ്പൊ മാനാവരുത്. വടം കയ്യിലെടുക്കാം. ഓണവണ്ടിയിലെ വീറും വാശിയേറിയ വടംവലി മത്സരത്തില് സിംഹങ്ങളെ കീഴ്പ്പെടുത്തി പുലി ടീച്ചർമാര് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വടംവലിയിൽ ഇന്ന് വടംവലിച്ച്
ടീച്ചറുടെ കൂടെ ആയിരുന്നോ? വാമനൻ ആരുടെ കൂടെ ആയിരുന്നു? ടീച്ചറുടെ കൂടെ ആയിരുന്നോ? പാരന്റ്സിന്റെ കൂടെ ആയിരുന്നു? പാരന്റ്സിന്റെ കൂടെ ആയിരുന്നു. മഹാബലി ആരുടെ കൂടെ ആയിരുന്നു? വിജയികളുടെ കൂടെ മഹാബലി ഉണ്ടായിരുന്നു. അല്ല ചേട്ടാ, അതല്ല, നാളെ കൊച്ചിന് സ്കൂളോട്ട് വരണമല്ലോ. അതെ, പുലിക്കുട്ടികളുടെ ക്യാപ്റ്റനെ വിളിക്കൂ. മിൽമ നൽകുന്ന പ്രോഡക്റ്റുകൾ, ഒപ്പം ഡീപ് കൂൾ നൽകുന്ന കാർ വാഷിംഗ് പ്രോഡക്റ്റുകൾ. അപ്പൊ സാർ, മിൽമയുടെ തന്നെ ഒരു സമ്മാനം. ജനൻ TV പിട്ടാപ്പള്ളി ഏജൻസീസ് ഓണവണ്ടി പവേർഡ് ബൈ രാമചന്ദ്ര, co-powered by Rich Max in association with തിരുവോണം ബമ്പർ 2025, മിൽമ, SK ഹോസ്പിറ്റൽ ആൻഡ് മെറാൻഡ. ഇന്നത്തെ എപ്പിസോഡ്, ഓണവണ്ടിയുടെ ഈ രസകരമായ സന്തോഷകരമായ എപ്പിസോഡ് ഇന്ന് നടന്നത് നമ്മുടെ സ്കൂളിൽ വെച്ചായിരുന്നു. പുതിയകാവ് സെൻട്രൽ സ്കൂളിലാണ് നമ്മൾ ഇന്ന് ഓണവണ്ടി വന്നത്. അപ്പൊ നമ്മുടെ പുതിയകാവ് സെൻട്രൽ സ്കൂളിലെ രക്ഷകർത്താക്കളും അധ്യാപകരും വിദ്യാർത്ഥികളുമായിരുന്നു ഈ ഓണവണ്ടിക്കൊപ്പം ഒത്തുചേർന്നത്. തൽക്കാലം ഇന്നത്തെ ഓണക്കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമ്മൾ അടുത്ത മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഓണക്കാഴ്ചകൾ കാണാനുള്ള ഒരു ഓട്ടവുമായി നമ്മുടെ വാഹനത്തിൽ. അപ്പൊ വീണ്ടും നമുക്ക് കാണാം. ഹാപ്പി ഓണം! ഹാപ്പി ഓണം! ജനൻ TV പിട്ടാപ്പള്ളിയിൽ ഓണവണ്ടി പവേർഡ് ബൈ റിച്ച് മാക്സ് ആൻഡ് co-powered by രാമചന്ദ്രൻ in association with Thiruvanam Babbar 2025, Milma, SK Hospital and Meralda. ഓക്കെ, അപ്പൊ നമ്മുടെ സന്തോഷകരമായി നമ്മുടെ വാഹനം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. കൊല്ലത്ത് നിന്ന് തിരിച്ച് പത്തനംതിട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ വലിയകുന്നം ശ്രീ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള കൂട്ടുകാർക്കൊപ്പമാണ് ഇന്ന് ഓണത്തിന്റെ മനോഹരമായ സന്തോഷത്തിന്റെ കാഴ്ചകളുമായി നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? എന്നാൽ നമുക്ക് ആദ്യം തന്നെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കലാരൂപം തുടങ്ങിയാലോ? ഓണവുമായി ബന്ധപ്പെട്ട കലാരൂപം ഓട്ടംതുള്ളൽ അടുത്തെത്തി, പക്ഷെ അതല്ല, തിരുവാതിര. ഇനി കുറച്ച് സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സമ്മാനങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് ചിന്നുവിന്റെ വക കുറച്ച് ഓണ ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ അതിൽ നിന്നൊക്കെ ആയിരിക്കും ഈ ചോദ്യങ്ങൾ വരിക. അപ്പൊ ചിന്നു, റെഡിയല്ലേ? ഒന്നാമത്തെ ചോദ്യം, മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ്? കൈ ഉയർത്തി ആദ്യം അറിയുന്നുള്ളൂ. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ്? ചേട്ടാ, പേരെന്താണ്? മോഹൻപിള്ള ചേട്ടൻ. ചേട്ടാ, എന്താണ് ഉത്തരം? ഉത്തരം അറിഞ്ഞൂടാ? അറിയാം, വിട്ടുകൊടുത്തു. ശരി അമ്മ. അപ്പൊ രണ്ടാമത് കൈ ഉയർത്തിയത് അമ്മയാണ്. എന്താണ് ഉത്തരം? തിരുവനന്തപുരത്തിന് തെക്ക് മാർത്താണ്ഡം തിരുവട്ടാർ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെയാണ് മഹാബലിപുരം. കറക്റ്റ് ആൻസർ. നല്ല കൈയ്യടി വരട്ടെ. വിജയലക്ഷ്മി. വിജയത്തിന്റെ ലക്ഷ്മി. ആദ്യത്തെ സമ്മാനം അമ്മയ്ക്കാണ്. ഓണത്തല്ലിന്റെ ഒരു പ്രതീകമായിട്ടൊരു കലം തല്ലി പൊട്ടിക്കൽ മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ ഓണവണ്ടിയിൽ കാണാൻ പോകുന്നത്, അതായത് നിങ്ങൾക്ക് വേണ്ടി സമ്മാനം തരാനായിട്ട് കുറച്ച് ഗെയിം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറച്ച് മത്സരങ്ങളാണ്. അപ്പോ ഒരു മത്സരത്തിലേക്ക് പോയാലോ? അങ്ങനെ ആദ്യത്തെ മത്സരാർത്ഥി ഇവിടെ എത്തിയിരിക്കുക. അതാ, കണ്ടായിരുന്നോ? ചേട്ടാ, പേര്? രവികുമാർ ചേട്ടൻ. അടിപൊളി. അങ്ങനെ ജനൻ TVയുടെ ഒരു കട്ട ഫാൻ കൂടെയാണ് നമ്മുടെ ചേട്ടൻ. അപ്പൊ ചേട്ടാ, ഞാൻ തൽക്കാലം ജനങ്ങൾ കാണുന്നുണ്ട്, ചേട്ടൻ ജനത്തിനെ കാണാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ കണ്ണെന്ന് കെട്ടാൻ പോവുകയാണ്. അതിനുശേഷം കലം ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യും. പിന്നെ ദേ ഈ വഴി തരും. ചേട്ടൻ അടിച്ചു പൊട്ടിക്കണം. അപ്പൊ കൈ അടിച്ചോളൂ.
കണ്ണ് കാണുന്നില്ലായിരുന്നോ? പിന്നെ ഇത് എങ്ങനെ വിട്ട് കൃത്യമായിട്ട് അങ്ങ് പോയത്? നമുക്കറിയാമല്ലോ, അഭ്യാസം അറിയാമല്ലോ. ഇതാണ് രാഷ്ട്രീയം, ഇതാണ് രാഷ്ട്രീയം. ഇപ്പൊ തന്നെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെക്കും എന്ന് പറഞ്ഞാൽ അവിടെ വെക്കും. എനിക്കറിയാം, അതാണ് രാഷ്ട്രീയം. ഇപ്പം മനസ്സിലായോ? ജനമാണ് നമ്മുടെ കൂടെ നിൽക്കേണ്ടത്. ജനം ജീവിയോടുകൂടെ നമ്മൾ നിൽക്കും. സ്ത്രീ ജനത്തിൽ നിന്ന് ഒരാളെ വിളിച്ചാൽ നമ്മുടെ വനിതകളിൽ നിന്നൊരാള് ആര് വരും? ഇനി നമ്മുടെ വനിതകളിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ ഇറങ്ങുന്നത് നമ്മുടെ ഇവിടുത്തെ മെമ്പർ ആണല്ലേ? വിജിത. ഏത് വാർഡാണ്? ഇവിടെ 12-ാം വാർഡ്, കൊറ്റനാട് പഞ്ചായത്തിലെ ചാലാപ്പള്ളി. ചോദിക്കുന്നത് ആ കലവേ ആ ഒരു ലൊക്കാലിറ്റിയിലെ വെക്കുള്ളൂ. അതാ ഇവിടെ എവിടെയെങ്കിലും ചിലപ്പോ പറയാൻ പറ്റില്ല. ചിലപ്പോ ഇവിടെയൊക്കെ വെക്കാം. അവിടെ വെച്ചെന്നുള്ളത് ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഞങ്ങൾ കലം വെക്കാം. അപ്പൊ കണ്ണ് കെട്ടി തരട്ടെ. മെമ്പർ ഏതാണ്ട് മെമ്പർ നാട്ടുകാരി തന്നെ വന്ന് കറക്കുന്നുണ്ട്. തലക്കിട്ടടിക്കരുത്, അങ്ങനെ പരിധി നോക്കരുത്. ഒരു രക്ഷയില്ല. മെമ്പറെ പല രീതിയിലും ഒന്ന് എന്താണ് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു. ഒരു ഫേക്ക് കലം കൊണ്ട് ഫ്രണ്ടിൽ വെച്ചിരുന്നു, അതിനെ അടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് അപ്പുറത്ത് പോയി അതും അടിച്ചു പൊട്ടിച്ചു. ഈ ഓണത്തിന് കണ്ട ഏറ്റവും നല്ല മത്സരം കാഴ്ചവെച്ചത് മെമ്പർ തന്നെയാണ്. മത്സരം കാഴ്ചവെക്കാൻ അല്ലെങ്കിലും മെമ്പറെ പോയിട്ടല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇനി ഒരു വഞ്ചിപ്പാട്ടാണല്ലേ? വഞ്ചിപ്പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ടയാണ്. നമുക്കറിയാം പത്തനംതിട്ടക്കാരുടെ ഒരു വഞ്ചിപ്പാട്ടെന്ന് പറയുമ്പോൾ ഇവിടെ വള്ളംകളിയുടെ നാടും കൂടെയാണ്. അതുകൊണ്ട് അതിനൊരു മാധുര്യം ടൈമിങ്ങും ഒക്കെ കൂടുതലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം. അപ്പൊ നമുക്ക് ഒരു വഞ്ചിപ്പാട്ട് കേട്ട് വരാം. ഉണ്ണികളോടൊരുമിച്ച് മണ്ണിലങ്ങു കളിക്കുമ്പോൾ ഉണ്ണികളോടൊരുമിച്ച് മണ്ണിലങ്ങു കളിക്കുമ്പോൾ മണ്ണു വാരി പൂജിച്ചെങ്ങ് മണ്ണു വാരി പൂജിച്ചെങ്ങ് മണ്ണു വാരി പൂജിച്ചെന്നുണ്ണികൾ ചൊല്ലീരേ മണ്ണുവാരി പൂജിച്ചങ്ങുണ്ണികൾ ചൊല്ലീരേ. അപ്പോ നമ്മുടെ കയ്യിൽ കണ്ടോ ഏറെ ഇങ്ങനെ സമ്മാനങ്ങളുമായിട്ട് നമ്മൾ നിൽപ്പുണ്ട്. നിങ്ങൾക്കുള്ള ഓണ സമ്മാനങ്ങളാണ്. സമ്മാനം കൊടുക്കണ്ടേ? പിന്നല്ലാതെ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് മനോഹരമായ തിരുവാതിര കാഴ്ചവെച്ച അന്നപൂർണേശ്വരി ആ ടീമിന്റെ ലീഡറെ നമുക്ക് ഇങ്ങനെ ക്ഷണിക്കാം. വരും. അപ്പോ നമ്മുടെ സമ്മാനമാണ്. മിൽമയാണ് സ്പോൺസർ ചെയ്യുന്നത് ഈ സമ്മാനം. കേരളം കണി കണ്ടുണരുന്ന നന്മ. ഇനി നിങ്ങളുടെ ഈ ഓണത്തിന് നന്മയും വെണ്മയും സന്തോഷവും എല്ലാം പരത്തക്കട്ടെ. അപ്പൊ സമ്മാനം ഏറ്റുവാങ്ങിക്കോളൂ. നിങ്ങളുടെ തിരുവാതിരയും ഗംഭീരമായിരുന്നു. വഞ്ചിപ്പാട്ട് പാടിയ സംഘത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. വഞ്ചിപ്പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അരുൺജി? അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ വിജയലക്ഷ്മി അമ്മയ്ക്കാണ് അടുത്ത സമയം. വിജയലക്ഷ്മി അമ്മ ഇങ്ങ് വരൂ. യെസ്, വൈഡൂര്യ ഹെർബൽ ഹെയർ ഓയിൽ നൽകുന്ന ഒരു സമ്മാനമാണ്. ഡീപ്പൂൾ നൽകുന്ന കാറിനും കുളിക്കാം, കാറുകൾ തിളങ്ങാം ഒക്കെയുള്ള എന്താണ് കാർ വാഷിംഗ് പ്രോഡക്റ്റുകളാണ്. കുറെ ഉണ്ട്. സമ്മാനം ഇത് സ്പോൺസർ ചെയ്യുന്നത് ടേസ്റ്റ് ഓഫ് നൽകുന്ന ഒരു സമ്മാനമാണ്. ഇത് സ്പോൺസർ ചെയ്തേക്കുന്നത് മാമിയ വെൽനസിന്റെ ഡയമണ്ട് ഫേഷ്യൽ കിറ്റ് ആണ്. ഫേഷ്യൽ കിറ്റ് പൊളിച്ച മെമ്പറേ, ഇതിലൊക്കെ ഇറങ്ങി നടന്നാലും പത്തനംതിട്ടയിൽ നിന്ന് മറക്കാനാകാത്ത ആവേശവും സന്തോഷവും എല്ലാം ഒപ്പിയെടുത്തുകൊണ്ടാണ് ഓണവണ്ടി തൽക്കാലം ഇവിടെ നിന്ന് മടങ്ങുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് തൽക്കാലം മടങ്ങുകയാണ്.
ആവേശം അടങ്ങുന്നില്ല. ഓണത്തിന്റെ ആവേശം ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ നാട്ടിൽ നിന്ന് ജനം ടിവിയുടെ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ഓണവണ്ടി യാത്രയാവുകയാണ്. ഹാപ്പി ഓണം. ഹായ്, ജനം ടി വി പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ഓണവണ്ടി പവേർഡ് ബൈ രാമചന്ദ്ര, കോ പവേർഡ് ബൈ റിച്ച് മാക്സ്, in association with തിരുവോണം ബമ്പർ, മിൽമ, മെറാൾഡ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജെംസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ. SK ഹോസ്പിറ്റൽസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഓണവണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് ആലപ്പുഴയിലാണ്. നമ്മുടെ ഓണവണ്ടിക്ക് വേണ്ടി എത്രത്തോളം ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ഈ വള്ളംകളിയുടെ ആവേശത്തിനിടയിലും നമുക്ക് ഇടയിലേക്ക് എത്തിയ പ്രിയപ്പെട്ടവരാണ്. എല്ലാവർക്കും സ്വാഗതം. ജനം ടി വിയുടെ കോട്ടയം ബ്യൂറോ ചീഫ് ആയിട്ടുള്ള മിഥുനാണ് ഇന്ന് സഹ അവതാരകനായിട്ട് ഓണവണ്ടിക്കൊപ്പം ചേർന്നിരിക്കുന്നത്. നമുക്കിന്ന് കൊച്ചു കുട്ടികളാണ് കൂടുതൽ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കുട്ടിക്കളിയിലൂടെ തുടങ്ങാം. ഇപ്പൊ ഈ ഗെയിം കുട്ടിക്കളി എന്ന് പറയാൻ പറ്റില്ല, എല്ലായിടത്തും വലിയ ആൾക്കാർ കളിക്കുന്ന ഒരു കളിയാണ്. സുന്ദരിക്ക് പൊട്ട് തുടങ്ങി. ചേച്ചിയുടെ പേരെന്താണ്? ഷീബ. ഞാൻ കണ്ടുകെട്ടി തരട്ടെ. ഓണക്കാലത്ത് കുഞ്ഞുങ്ങളാണല്ലേ ശരിക്കും ഓണം. അതെ അതെ, കുട്ടികളുടെ ഓണം, പിള്ളേരോണം എന്ന് പറയും. മിഥുന്റെ കുട്ടിക്കാലത്ത് ഓണമൊക്കെ എങ്ങനെയായിരുന്നു മിഥുനെ? പിന്നെ എല്ലാരും ബർത്ത്ഡേ എല്ലാം ആരോമൽ എന്ന് പറഞ്ഞ കുഞ്ഞുമിടുക്കരുത പൊട്ടുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. എല്ലാവരും കൈയടിച്ച് കൈയടിച്ച് പറഞ്ഞു കൊടുക്കാം അവനെ. ഏയ്. ആഹാ, ഓ, 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 എൻ്റെ അമ്മേ. അപ്പോ സമ്മാനം നൽകുന്നത് ഡീപൂൾ നൽകുന്ന സമ്മാനമാണ്. വീട്ടിലെയും തൊട്ടപ്പുറത്തെയും കാറുകൾ ഒരു കൊല്ലം കടന്നു കഴുകാനുള്ള പ്രോഡക്റ്റ് ആണ് അവൻ കൊണ്ടുപോയിരിക്കുന്നത്. ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? ഓണത്തിനൊരു പാട്ടില്ലാതെ എന്ത് ഓണം അല്ലേ? പാട്ടുപാടി ഉറക്കാൻ താമര പൊമ്പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങും കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. പാട്ടുപാടി ഉറക്കാൻ താമര പൊമ്പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങും കരളിൻ്റെ കാതലേ. ആരിരാരി രാരിരോ. അപ്പൊ അമ്മയ്ക്ക് ഇനി നല്ലൊരു സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കേരളം കണികണ്ടുണരുന്ന നന്മയായിട്ടുള്ള മിൽമയാണ്. വാ, അമ്മയുടെ ആ മനസ്സ് കണ്ടോ? അമ്മ പ്രാർത്ഥിക്കായിരുന്നു ഇവിടെ നിന്ന്, ഭഗവാനെ ആരോഗ്യം തരണേ, എന്റെ മക്കളെ എല്ലാം അനുഗ്രഹിക്കണേ. ഏറ്റവും നല്ല പ്രാർത്ഥന ഇതാണ്, ആരോഗ്യം, ആയുസ്, ബുദ്ധി. ഓണത്തിന്റെ മുഴുവൻ ഇതാണ് മനസ്സ്. അടുത്ത ഓണവണ്ടിയിൽ ഞങ്ങള് ഇനിയൊരു ഗെയിമാണ്. അതെ, ഇത് എല്ലാം ഇരിപ്പുണ്ടല്ലോ. ഇത് കൊടമടി മത്സരം. അതെ, കലമടി. ഓണത്തല്ലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതെ. ഒരു കലന്തല്ലൽ മത്സരം, ഓണമടി മത്സരം. എല്ലാ ദേശീയവും നമുക്ക് 3 കൊട ഇന്ന് തല്ലി തകർക്കാം എല്ലാവർക്കും. സൗമ്യ. സൗമ്യ, ഓക്കേ. അപ്പൊ സൗമ്യയുടെ കണ്ണ് ഞങ്ങൾ കെട്ടുകയാണ്. അപ്പൊ മിൽമ നൽകുന്ന സമ്മാനമാണ്. മിൽമയുടെ കുറെ സമ്മാനങ്ങളാണ്. നമ്മുടെ സൗമ്യക്കാണ് സമ്മാനം. അമ്മയ്ക്ക് അമ്മയാണ് ജയിച്ചത്. രണ്ടുപേരും കൂടെ കൊണ്ടുപോയിരിക്കുകയാണ്. എല്ലാവരും നല്ലൊരു കൈയടി. ചേട്ടാ, അപ്പൊ ഇനി ഒരു കലോടി ബാക്കിയുണ്ട്. ഒരു കലം കൂടെ ബാക്കിയുണ്ട്. കൂട്ടുകാരൻ കൊണ്ട് ഓണത്തിന് കലോടിക്കാനായിട്ട്. എന്താ പേര്? ജയകൃഷ്ണ. ജയിച്ചു വാ കൃഷ്ണ, കേറി വാ. അങ്ങനെ നമ്മുടെ ഓണവണ്ടിയിൽ കൃഷ്ണന്റെ ജയം കാത്തിരിക്കുകയാണ് നമ്മൾ.
ആ പിന്നല്ല. ആ. കേരളം കണികൊണ്ടിരുന്ന നന്മ മിൽമ നൽകുന്ന ഉപഹാരങ്ങൾ. ജനം ടി വി പിട്ടാപ്പള്ളി ഏജൻസീസ് ഓണവണ്ടി പവേർഡ് ബൈ രാമചന്ദ്ര, കോ പവേർഡ് ബൈ റിച്ച് മാക്സ്, ഇൻ അസോസിയേഷൻ വിത്ത് തിരുവോണം ബമ്പർ, മിൽമ, മെറാൾഡ, എസ് കെ ഹോസ്പിറ്റൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആലപ്പുഴയിലായിരുന്നു ഓണവണ്ടി എത്തിച്ചേർന്നത്. ഇവർക്ക് ആദ്യം ഹൃദയം നിറഞ്ഞ ജനം ടി വിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും. ഒപ്പം എല്ലാവരുടെ ജീവിതത്തിലെ ഈ ഓണം മനോഹരമായ ഒരു അനുഭവമായി ഓണക്കാലം മാറട്ടെ. അപ്പോ നിങ്ങൾ തൽക്കാലം ആലപ്പുഴയുടെ ഈ ഒരു സന്തോഷത്തിനിടയിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. തീർച്ചയായിട്ടും വീണ്ടും കാണാം ചേട്ടാ. വീണ്ടും കാണാം. അപ്പോ വീണ്ടും കാണാം. ഹാപ്പി ഓണം. ഹായ്, ജനം ടി വി പിട്ടാപ്പള്ളി ഏജൻസീസ് ഓണവണ്ടി powered by Ramachandra Rich Max, in association with Tiruvanam Bamba, Milma, SK Hospital and Meralda. യെസ്. അപ്പൊ ഓണവണ്ടി ഇപ്പൊ നമ്മുടെ ആലപ്പുഴയൊക്കെ പിന്നിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ഹാർട്ട് എന്ന് പറയും പോലെ നമ്മുടെ കൊച്ചിയിലേക്ക് വണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ തിരുവോണത്തപ്പന്റെ മണ്ണിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കൊച്ചിയിലെ പ്രിയപ്പെട്ടവർക്ക് ഓണവണ്ടിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി ഓണക്കളികളും ഒക്കെ ആയിട്ട് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഒരു ചെറിയ ഗെയിമിൽ തുടങ്ങാം അല്ലേ? തീർച്ചയായും. ഗെയിമില്ലാതെ എന്ത് ആഘോഷം നമുക്ക്? സുന്ദരിക്ക് പൊട്ടുതൊടൽ. അതെ. എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് കുഞ്ഞു പിള്ളേരെ ആവേശഭരിതരാക്കുന്നത് ഈ പഴയ ഗെയിമാണ്. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് നിൽക്കുന്ന നമ്മുടെ സഹ അവതാരകയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഡൈനയെ കുറിച്ച് നമുക്കറിയാം, ജനം ടി വിയിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പേര് ശ്രീഹരി. ഞാനിവിടെ ജോലിയാണ്, സെപ്റ്റോ വർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് സുന്ദരിക്ക് പൊട്ടു തൊട്ടാലോ? പിന്നല്ലേ, റെഡി അല്ലേ? കണ്ണടച്ച് വെച്ചോ. ആവേശപരമായ മത്സരമാണ്. കിട്ടിയിരിക്കുകയാണ്. ഒരു വിജയം നമുക്ക് കിട്ടിയല്ലേ? ഇത്രയും കഴിവുണ്ടായിരുന്നു. ഇത്രയും നല്ല കഴിവുണ്ടായിരുന്നു. ഇതിനേക്കാളും കഴിവുകൾ നിന്റെ ഉള്ളിൽ ഉറങ്ങി കിടപ്പുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് ഇട്ടാ മതി. നമുക്ക് ഇനി ഒരു നല്ല പാട്ട് കേൾക്കാം. പാട്ട് പാടാൻ വന്നിരിക്കുന്ന ആരാന്നറിയോ? ഒരു മ്യൂസിക് ടീച്ചറാണ്. അത് ശരി. ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവർണ്ണാങ്കിതരമ്യോദയം മാവേലി മന്നന്റെ തിരുവരവേൽപ്പിന് മലയാളമൊരുങ്ങുന്ന ദിവ്യോദയം. അപ്പൊ ചേച്ചിക്ക് കിട്ടുന്ന മിൽമയുടെ വക ഒരു സമ്മാനമാണ്. കൈ നിറയെ സമ്മാനങ്ങളാണ് മിൽമ ചേച്ചിക്കായി കൊടുക്കുന്നത്. അത് ഈ ഓണത്തിന് നമ്മുടെ ഓണസദ്യ ഒരുക്കുമ്പോ ആ സമ്മാനങ്ങളെല്ലാം നമ്മുടെ മേശപ്പുറത്ത് എത്തുന്ന രീതിയിലാണ് മിൽമ നൽകുന്നത്. ഓണവണ്ടിയിൽ ഇനി കൈനിറയെ സമ്മാനങ്ങൾ കൊടുക്കുക. അതായത് പങ്കെടുക്കുന്നവർക്കും പാട്ട് പാടുന്നവർക്കും മാത്രം സമ്മാനം കൊടുത്താൽ പോരല്ലോ. ഇവിടെ വന്നെത്തിയ എല്ലാവരുടെ കയ്യിലും കുറച്ച് സമ്മാനങ്ങൾ എത്തിക്കണ്ടേ? അപ്പൊ അതിലേക്കായിട്ട് ഇവിടെ ഡൈന കുറച്ച് ചോദ്യങ്ങൾ, ഓണച്ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം ഇപ്പൊ ചോദിക്കും. അതിന് ഉത്തരം പറയുന്നവർ കൈ ഉയർത്തിയാതെ, അല്ലെങ്കിൽ ഉത്തരം പറയാം, സമ്മാനം. ഏത് നാളാണ് പൂക്കളം പരമാവധി വലിപ്പത്തിലിടേണ്ടത്? അതായത് നമ്മുടെ വീട്ടിൽ അത്തപ്പൂക്കളം ഇടുമല്ലോ, അത് എത്രാമത്തെ ദിവസത്തിലാണ് അത് ഏറ്റവും വലിപ്പത്തിലിടാം? ഫ്രൂട്ടിജൻ നൽകുന്ന ഒരു സമ്മാനമാണ്. ഒരു വലിയ സമ്മാനം തന്നെ ഇരിക്കട്ടെ. വലിയ പൂക്കളത്തിന്റെ ഉത്തരവല്ലേ പറഞ്ഞത്? തീർച്ചയായും. എല്ലാരും ഒന്ന് നല്ലൊരു കയ്യടിയാവാം. 4 ഓണം ഏത് മഹാത്മാവിന്റെ ജന്മദിനമാണ്? സെക്കൻഡുകളുടെ വ്യത്യാസത്തില് മാഡത്തിന്റെ പേരെന്താണ്? മിനി മാഡം പെട്ടെന്ന് അത് ഉത്തരം പറഞ്ഞു. ടേസ്റ്റ് ഓ നൽകുന്ന ഒരു സമ്മാനങ്ങളാണ്. കൈയടിച്ച എല്ലാരും. ഫുഡ് പ്രോഡക്റ്റ് ആണ്. ഹാപ്പി ഓണം. വളരെ രസകരമായി കൊച്ചിയിലൂടെ ഓണവണ്ടി കടന്നു പോവുകയാണ്. നമ്മൾ കുറച്ച് രസകരമായി ഇവിടെയുള്ള കൂട്ടുകാർക്കിടയിൽ ഓണക്കളികളും ഓണപ്പാട്ടും
പിന്നെ രസകരമായ അറിവുകളും ഒക്കെ ആയിട്ട് കൊച്ചിയിൽ നിന്ന് വണ്ടി പുറപ്പെടാനുള്ള സമയമായിരിക്കുന്നു. നല്ലൊരു സായാഹ്നം നമുക്ക് സമ്മാനിച്ച കൊച്ചിക്കാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അത് മാത്രമല്ല എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ജനം ടിവിയുടെയും ഞങ്ങളുടെയും പേരിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടെ അറിയിക്കുകയാണ്. പൊന്നോണമായി നീ വരൂ നീ